ഇടുക്കി, കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിലെ ബി.ഡി.ജെ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. റബ്ബറിന്റെ അടിസ്ഥാന വില വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെന്നും കോട്ടയത്തു നിന്ന് മാറി മത്സരിക്കില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി തുഷാർ പുഷ്പാർച്ചന നടത്തി. കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പേ തന്നെ ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വച്ചിരുന്നു. അതിൽ പ്രധാനം റബ്ബർ കർഷകരുടെ പ്രതിസന്ധിയാണ്. അനുകൂലമായ സുപ്രധാന തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഞാൻ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ 250 രൂപയെങ്കിലും റബ്ബറിന് താങ്ങുവിലയായോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടാണെങ്കിലും അതിന് ഒരു സഹായം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. കൃത്യമായ ഉറപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. നമുക്കറിയാം, കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്ന കാലത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള എംപിമാരും ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും പലരും പോയി റബ്ബർ എടുത്ത് കൊടുക്കുകയും ഷീറ്റ് എടുക്കുകയും നമ്മുടെ ഓല കൊണ്ട് അതിൻ്റെ ഇല കൊണ്ട് മുണ്ട് ഇത് മറച്ച് നിക്കറുണ്ടാക്കിയൊക്കെ നടന്നതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം ഇതുവരെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഇടുക്കിയിൽ പല പേരുകളും പരിഗണനയിലുണ്ട്. മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. കാര്യം ആ സമയത്ത് തന്നെ ഞാൻ വളരെ വ്യക്തമായി അവരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെ പല ആൾക്കാരും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന 2 സ്ഥലങ്ങളിൽ ഞങ്ങൾ 3 സ്ഥലങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് പാർട്ടിയിൽ ജോയിൻ ചെയ്ത് മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ അതുവേണ്ടി നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. സഭാ മേലധ്യക്ഷന്മാരുമായും തുഷാർ കൂടിക്കാഴ്ച നടത്തി. റിപ്പോർട്ടർ, കോട്ടയം.